കേരള ഡോക്ടർ എ പി ജെ നേഴ്സിംഗ് അക്കാഡമിയുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഡിയർ നേഴ്സസ്, വെൽക്കം ബാക്ക് ടു ഡോക്ടർ എ പി ജെ നേഴ്സിംഗ് അക്കാഡമി ട്രിവാൻഡ്രം കേരള. ഡോക്ടർ എ പി ജെ നേഴ്സിംഗ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ നോസ്റ്ററ്റ് എക്സാം നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഇന്ത്യയിലെ മൊത്തം വരുന്ന 14ഓളം എയിംസ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്ക് വരുന്ന കോമൺ റിക്രൂട്ട്മെന്റ് എക്സാം ആയ നോർസെറ്റ് എക്സാമിന്റെ 6ാമത്തെ വേർഷൻ 6 നാളെ കഴിഞ്ഞ് മറ്റന്നാൾ എക്സാം നടക്കുകയാണ് ഇന്ത്യയിലെ ഡിഫറെന്റ് സിറ്റിയിൽ കേട്ടോ. അപ്പൊ ഹാൾ ടിക്കറ്റ് ഒക്കെ എല്ലാവരും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഹാൾ ടിക്കറ്റ് ഒക്കെ നോർസെറ്റിന്റെ മാനദണ്ഡ പ്രകാരം ഡൗൺലോഡ് ചെയ്തിരിക്കണം. കളർ കോപ്പി വേണം. ഫോട്ടോസ്റ്റാറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും പ്രശ്നമില്ല. അതിന്റെ ആ QR കോഡും അതുപോലെ തന്നെ അതിന്റെ ആ ഒരു പ്രിന്ററിന്റെ IP അഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെ അതിനകത്ത് ഡിസ്പ്ലേ ആയിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഡ്രസ് കോഡ്, എയിംസിന്റെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഡ്രസ് കോഡുകൾ, ഹാൾ ടിക്കറ്റുകളെല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും അവസാനഘട്ട റിവിഷനിലേക്കാണെന്ന് പ്രതീക്ഷിക്കുന്നു. എനിവേ നമ്മൾ പറയുന്നു 70+30 അതാണ് മെയിൻസിൽ വരുന്ന 70 ക്വസ്റ്റ്യൻ നേഴ്സിംഗും 30 ക്വസ്റ്റ്യൻസ് നോൺ നേഴ്സിംഗ് അല്ല. പിന്നെ ബാലൻസ് വരുന്ന ഒരു 100 എക്സാം 100 ക്വസ്റ്റ്യന്റെ നേഴ്സിംഗ് മാത്രമുള്ള മെയിൻ എക്സാം 2ാം ഘട്ടത്തിൽ നടക്കുന്നു. ഓക്കെ, എനിവേ എല്ലാവരും രണ്ടും ക്വാളിഫൈ ആയി നല്ല റാങ്ക് മേടിച്ചാലും ജോലി കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പൊ ഫസ്റ്റിന്റെ ക്വാളിഫൈങ് മാർക്ക് അറൌണ്ട് 45-40 ആ ഒരു റേഞ്ചിലൊക്കെയാണ് ക്വാളിഫൈങ് മാർക്ക് വരുന്നത്. ഡിപ്പെൻസ് അപ്പോൺ ദ എക്സാം കേട്ടോ. 1/3 നെഗറ്റീവ് ഉണ്ട്. 70 ക്വസ്റ്റ്യൻ നഴ്സിംഗ് ആയിരിക്കും, 30 ക്വസ്റ്റ്യൻ നോൺ നഴ്സിംഗ് പാർട്ടായിരിക്കും കേട്ടോ. അപ്പൊ കഴിവതും നോൺ നഴ്സിംഗിൽ കുറച്ച് മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റുക കേട്ടോ. പറ്റുന്നതായിരിക്കും. കാരണം നഴ്സിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള നഴ്സിംഗ് ക്വസ്റ്റ്യൻ ആണ് മെയിൻസിൽ ഫസ്റ്റ് എക്സാമിൽ പ്രിലിമിനറി ഇതിൽ ചോദിക്കുന്നത്. ബേസിക് ഡീറ്റെയിൽസ് ആയിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ നോട്ട്സും റാങ്ക് ഫയലും വെച്ചുള്ള പഠിത്തം ഇനഫ് ആണ്. അത് നമുക്ക് നേടിയെടുക്കാം കേട്ടോ. ബാലൻസ് വരുന്ന 30 ക്വസ്റ്റ്യൻസ് നോൺ നേഴ്സിംഗ് ആണ്. അതൊക്കെ ചിലപ്പോൾ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് കിട്ടും കേട്ടോ. ആ നോൺ നേഴ്സിംഗ് ആണല്ലോ, വലിയ ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആണ്, വെറുതെ അറ്റൻഡ് ചെയ്ത് നെഗറ്റീവ് മേടിക്കണ്ട എന്നൊക്കെ വിചാരിച്ചിരിക്കരുത്. ചിലപ്പോൾ നമ്മളൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യും, നമുക്ക് ആൻസറിലോട്ട് വരും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസിന്റെ ഒരു മാതൃകയാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇതേപോലെ ഒന്നും ആയിരിക്കില്ല ക്വസ്റ്റ്യൻ. നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള രീതിയിൽ നമ്മുടെ കോമൺ സെൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ്ങിന്റെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇന്ന് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. അങ്ങനെ ഇത്തരം ഉപകാരപ്രദവും വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇനിയും കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ബന്ധുക്കളോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ അവരിലൂടെ ഷെയർ ചെയ്തെത്തിക്കുക. അവർക്ക് ഒരു ഐഡിയ കിട്ടട്ടെ എങ്ങനെയാണ് എക്സാം എന്ത് ചെയ്യുന്നത് കേട്ടോ. ഒരു ഷെയർ അങ്ങനെ ഒരു ഉപകാരമാകുന്നെങ്കിൽ അങ്ങനെ ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. എ മാൻ ബൈ എ ബൈസൈക്കിൾ. ഒരു മാൻ ബൈ എ ബൈസൈക്കിൾ ഫോർ 1400 രൂപ, 1400, ആൻഡ് സെൽ ഇറ്റ് ലോസ് ഓഫ് 15%. വാട്ട് ഈസ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് സൈക്കിൾ? ഒരു പുതിയ സൈക്കിൾ മേടിച്ചു, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് 15% നഷ്ടത്തിൽ കൊടുത്തു അല്ലെ. അതായത് 100% ഉണ്ടായിരുന്ന 100% ഉണ്ടായിരുന്ന സൈക്കിൾ 1400 രൂപയ്ക്ക് മേടിച്ച സൈക്കിളിന് 15% നഷ്ടം വന്നു അല്ലെ. എന്ന് പറയുമ്പോൾ 85%-ത്തിലാണ് എന്ത് ചെയ്തത്, ആ സൈക്കിൾ വിറ്റത് അല്ലെ. അപ്പം 85% എത്രയാണെന്ന് നമ്മളൊന്ന് കണ്ടുപിടിച്ച് നേരെ ഡയറക്റ്റ് ആയിട്ട് എഴുതിയാൽ മതി അല്ലെ. അപ്പൊ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അപ്പം 1400ന്റെ അല്ലെ 85% നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അല്ലെ. 1400 × 85/100 അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 20 20 പറ്റിപ്പോ 85 × 14 അതാണ് നമ്മുടെ ആൻസർ അല്ലെ. 85 × 14, 14 20, ശിഷ്ടം 2, 8 4 32, 2 34, 85 × 1 എന്ന് പറയുന്നത് 85 തന്നെയാണ്. 0 9 8 3 11, 1190 രൂപയ്ക്കാണ് എന്ത് ചെയ്തത്, നഷ്ടത്തിൽ ആ സൈക്കിൾ കൊടുത്തത് കേട്ടോ. സിമ്പിൾ ആണ് അല്ലെ. ഇങ്ങനെയൊക്കെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസുകളാണ് ആപ്റ്റിറ്റ്യൂഡ് റീസണിങ്ങിൽ വരുന്നത്. ദയവ് ചെയ്ത് അത് ശരിയാക്കാൻ ശ്രമിക്കുക കേട്ടോ. നമ്മളത് അറ്റംപ്റ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷെ എന്ത് ചെയ്യും, അത് കിട്ടും കേട്ടോ. ഓക്കെ, ഇനി നമുക്കൊരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. The first 10 overs of a cricket game, the run rate was only 3.2. What should be the run rate in the remaining 40 overs to reach the target of 282 runs? ക്രിക്കറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും നോർസെറ്റിന് ഭയങ്കര ഇഷ്ടമാണ്. അവർ എപ്പോഴും ചോദിക്കും. ക്രിക്കറ്റിൽ ഒന്നുമില്ലെങ്കിൽ ഒരു IPL നിന്നോ അല്ലെങ്കിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നോ വേൾഡ് കപ്പിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ്
GK കറണ്ട് അഫയേഴ്സ് ആയിട്ടും ഒക്കെ ചോദിക്കും കേട്ടോ. എനിവേ ക്രിക്കറ്റ് ഒക്കെ ഓൾമോസ്റ്റ് ബോയ്സിന് പ്രശ്നം കാണത്തില്ല, ഗേൾസിനായിരിക്കും ചിലപ്പോൾ ക്രിക്കറ്റിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ കൊണ്ട് തെറ്റിക്കുന്നത് കേട്ടോ. എനിവേ നോക്കുക, നമുക്ക് അറിയാം സിമ്പിൾ ആയിട്ട് വായിച്ചു നോക്കിയാൽ മതി, അല്ല. ഇപ്പൊ ടോട്ടൽ ടാർഗറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 282 അല്ല, 282. ഒരു ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 50 ഓവർ മാച്ച് ആണ്, അല്ല, 50 ഓവർ മാച്ച് ആണ്, അല്ല. അതിൽ 10 ഓവറിൽ നിന്ന് അവർ എത്ര റൺസ് എടുത്തു? 10 ഓവറിൽ നിന്ന് കൃത്യമായിട്ട് പറയുന്നു, 10 ഓവർ, ഫസ്റ്റ് 10 ഓവേഴ്സ് ക്രിക്കറ്റ് ഗെയിം ദ റൺ റേറ്റ് വാസ് 3.2, അല്ല. അതായത് 10 × 3.2, അതായത് 32 റൺസ് ആണ് എത്ര എടുത്തത്? ഉം. ആദ്യത്തെ 10 ഓവർ. അതായത് ഇനി ജയിക്കാൻ എത്ര റൺസ് കൂടെ വേണം? ഇനി ജയിക്കാൻ 250 റൺസ് കൂടെ വേണം, അല്ലെ. ഇനി ജയിക്കണമെങ്കിൽ 250 ടാർഗറ്റ് വേണം, അല്ലെ. അത് എത്ര ഓവറിൽ നിന്നാണ് എടുക്കേണ്ടത്? 40 ഓവറിൽ, അല്ലെ. അപ്പൊ 250/40, അല്ലെ. 250/40, അല്ലെ, നമ്മൾ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ 25 25-ല് 4, അല്ലെ. 25-ല് 4 എങ്ങനെയാണെന്നുള്ളത് ഹരിക്കുമ്പോൾ നോക്കാം. 6 4 24, അല്ലെ. 25/4 എന്ന് പറയുമ്പോൾ 6, എന്താ 6 4 22. ഓക്കെ. പിന്നെ ബാലൻസ് ഉള്ള 10, അല്ലെ. 10-ല് എന്തായാലും അടങ്ങത്തില്ല, അപ്പൊ നമുക്കൊരു ഇത് ഇട്ടോളൂ, അല്ലെ. നെക്സ്റ്റ് 2, അല്ലെ, എന്ന് പറയുമ്പോൾ 6.2. 2-ല് 8, 8 വന്നു ഇവിടെ എത്ര കിട്ടി? 2, അല്ലെ. പിന്നെ ബാലൻസ് ഉള്ള 20, 20-ല് 520, അല്ലെ, എന്ന് പറയുമ്പോൾ ഇനി റിമൈനിങ് 6.25 വെച്ച് ഒരു ഓവറിൽ റൺ എടുത്താൽ മാത്രമേ ടാർഗറ്റ് കഴിക്കാൻ പറ്റൂ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ക്രിക്കറ്റിന്റെ ഈ മോഡൽ ഒരു ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. ക്രിക്കറ്റിന്റെ ഇതേ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. എ മാൻ ഈസ് 24 years older than his son. In 2 years, his age will be twice the age of his son. The present age of his son is എത്ര എന്നാണ് ചോദിച്ചത്, അല്ല. അപ്പൊ ഇവിടെ നമുക്ക് രണ്ടുപേരുണ്ട്, ഒന്ന് സൺ ആണ്, ഒന്ന് ഫാദർ ആണ്, അല്ല. അപ്പൊ പ്രസന്റ് ഏജ് ഓഫ് സൺ എന്ന് പറയുന്നത് നമ്മൾ എക്സ് ആണെങ്കിൽ ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് X+24, അല്ലെ. ശരിയല്ല. ഇനി 2 വർഷം കഴിഞ്ഞ് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെ. 2 വർഷം കഴിഞ്ഞ്, അതായത് X+2 ആവുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ X+24+2 ആവുമ്പോൾ എന്ത് സംഭവിക്കും, അല്ലെ, എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ആഫ്റ്റർ 2 years, അല്ലെ. അപ്പൊ ആഫ്റ്റർ 2 years ആവുമ്പോൾ ഈക്വൽ ആവുന്നു സൺ ഏജ് ഫാദർ ഏജ്, അല്ലെങ്കിൽ അതിൽ തന്നെ എടുത്തു പറയുന്നത് സണ്ണിന്റെ ഏജ് വിൽ ബി ടോയ്സ് ദ ഏജ് ഓഫ് ഹിസ് സൺ, അല്ലെ. എന്ന് പറയുമ്പോൾ ഇതിനെ വീണ്ടും നമ്മൾ 2 കൊണ്ട് ഗുണിക്കണം, അല്ലെ. അപ്പൊ ഇക്വേഷൻ എങ്ങനെയായി? 2 × X+2, അല്ലെ. 2 × X+2 എന്ന് പറയുമ്പോൾ 2X+4, അല്ലെ. 2X+4, അല്ലെ. ഇനി ഇവിടെ X+24+2 എന്നാണ് ചോദിച്ചത്. X+24+2 എന്ന് പറയുമ്പോൾ X+26, അല്ലെ. X+26 എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി ഈ എക്സ് ഇപ്പുറത്തോട്ട് വരാം, അല്ലെ. ഈ എക്സ് ഇവിടുന്ന് വരുമ്പോൾ ഇത് മൈനസ് ആവും. അപ്പൊ 2X - X മീൻസ് എക്സ്, അല്ലെ. എക്സ് മീൻസ് 26 - 4, 26 - 6 എന്ന് പറയുന്നത് 22, അല്ലെ. എക്സ് എന്ന് പറയുന്ന ചൈൽഡിന്റെ ഏജ് എന്ന് പറയുന്നത് എത്രയാണ്? 22. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എ മാൻ ഈസ് 24 years older than his son എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെ. എന്ന് പറയുമ്പോൾ സണ്ണിന്റെ ഏജ് എക്സ് ആണെങ്കിൽ ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് X+24, അല്ലെ. ഇനി 2 വർഷം കഴിഞ്ഞുള്ള ഏജ് ആണ് എടുക്കുന്നത്, അല്ലെ. അപ്പൊ ഓരോരുത്തർക്കും 2 വർഷം എടുക്കണം, അല്ലെ. X+2+X+24+2 അല്ലെ. അപ്പൊ ഫാദറിന്റെ ഏജ് പറയുന്നില്ല, സണ്ണിന്റെ ഏജ് ആ സമയത്ത് ഡബിൾ ആവും എന്നാണ് പറയുന്നത്, അല്ലെ. അപ്പൊ X+2 × 2 എന്ന് വേണം നമ്മൾ കൊടുക്കാൻ, അല്ലെ. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഇക്വേഷൻ എന്ത് ചെയ്താൽ മതി? കറക്റ്റ് ചെയ്തെടുത്താൽ മതി. 2 × X എന്ന് പറയുമ്പോൾ 2X, 2+2 is 4. ഇനി X+24+2 എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെ. അപ്പൊ X+24+2 എന്ന് പറയുമ്പോൾ സിംപ്ലി X+26 എന്നാണ് പറയുന്നത്. ഈ എക്സ് ഇപ്പുറത്ത് വരുന്നു, അല്ലെ. അപ്പം എക്സ് ഒരു അല്ലെ സമചതുരത്തിന് ഇപ്പുറത്തായിട്ട് വരും, അല്ലെ. ഇപ്പുറത്തായിട്ട്, സോറി, സമത്തിന് ഇപ്പുറത്തായിട്ട് വരുന്നു. അപ്പൊ 2X-ൽ നിന്ന് ഒരു എക്സ് കുറയ്ക്കുമ്പോൾ 1X ആവും, അല്ലെ. അതുപോലെ ഈ 4 അപ്പുറത്ത് വന്ന് 26 - 4 ആവും, അല്ലെ. 26 - 4 എന്ന് പറയുന്നത് 22 കേട്ടോ. അപ്പൊ 22 years ആണ് എന്തെന്ന് പറയുന്നത് ദ മാൻ പ്രസന്റ് ഏജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തുവരും? പരീക്ഷയ്ക്ക് ചോദിക്കും. നെക്സ്റ്റ്, a man walks 5 kilometers towards south and then turns to the right. After walking 3 kilometers, he turns into the left and walk 5 kilometers. Now, in which direction he is from starting place? അല്ല. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഡയറക്ഷൻ സെൻസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത് എന്താണ്? നമുക്ക് ആദ്യം വരയ്ക്കേണ്ടത് നമ്മൾ ആ ഡയറക്ഷൻ ആദ്യം.
വരയ്ക്കുക കേട്ടോ. ആദ്യം നമ്മൾ ആ ഡയറക്ഷൻ അങ്ങ് വരയ്ക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് അല്ല. ഓക്കെ, എനിവേ ദിസ് ഈസ് നോർത്ത് ഈസ്റ്റ്, ദിസ് ഈസ് സൗത്ത് ഈസ്റ്റ്, ദിസ് ഈസ് സൗത്ത് വെസ്റ്റ് ആൻഡ് ദിസ് ഈസ് നോർത്ത് വെസ്റ്റ് അല്ലെ. കാരണം നമ്മളെ ഇക്വേഷനിൽ നോർത്ത് വെസ്റ്റും നോർത്ത് ഈസ്റ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതാണ് നമുക്ക് നോർമൽ ആയിട്ട് വരയ്ക്കും. ഇനി നമ്മൾ ആ ക്വസ്റ്റ്യൻ അതുപോലെ വരച്ചെടുക്കും അല്ലെ. ക്വസ്റ്റ്യൻ നമ്മൾ അതുപോലെ വരച്ചെടുക്കുക. ക്വസ്റ്റ്യൻ വരച്ചെടുക്കുന്നത് ഇങ്ങനെയാണ്: എ മാൻ വാക്സ് 5 കിലോമീറ്റേഴ്സ് ടുവേർഡ്സ് സൗത്ത് അല്ലെ. അതായത് നോർത്തിൽ നിൽക്കുന്ന ഒരാൾ സൗത്തിലോട്ട് എത്ര കിലോമീറ്റർ നടന്നു? 5 കിലോമീറ്റർ. ദെൻ ടേൺസ് ഇൻ ടു ദ റൈറ്റ്. റൈറ്റ് എന്ന് പറയുമ്പോൾ റൈറ്റ് കൈ തിരിയണം അല്ലെ. ഇവിടുന്ന് ഇങ്ങോട്ട് ഒരാൾ നടന്നു വന്നാൽ അയാളുടെ റൈറ്റ് ഹാൻഡ് ഇരിക്കുന്നത് എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ് അല്ലെ. ടേൺസ് ടു ദ റൈറ്റ് ഫോർ 3 കിലോമീറ്റർ അല്ലെ. 3 കിലോമീറ്റർ എന്ത് ചെയ്തു? നടന്നു അല്ലെ. 3 കിലോമീറ്റർ നടന്നു. ഇനി വീണ്ടും ടേൺസ് ടു ലെഫ്റ്റ് അല്ലെ. ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ആണ് എന്ത് ചെയ്തത്? ടേൺ ചെയ്യേണ്ടത്. ലെഫ്റ്റ് ഹാൻഡ് വീണ്ടും ടേൺ ചെയ്തു 5 കിലോമീറ്റർ അല്ലെ. walks to and left walks for 10 അല്ലെ. now in which direction is from starting place അല്ലെ. സ്റ്റാർട്ടിംഗ് പ്ലേസ് എന്ന് പറയുന്നത് ഇതാണ്. this is the starting place അല്ലെ. this is the ending place അല്ലെ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ആണ് കിട്ടുന്നത് അല്ലെ. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെയാണ് കിട്ടുന്നത് അല്ലെ. അപ്പം ആ ഒരു ഈക്വൽ എന്ന് പറയുന്ന പോർഷൻ എന്ന് പറയുന്നത് ഏതാണ്? അതിന് ഈക്വലന്റ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ഏതാണ്? സൗത്ത് വെസ്റ്റ് അല്ലെ. സൗത്ത് വെസ്റ്റ് എന്നാണ് കറക്റ്റ് ആൻസർ അല്ലെ. ഫേസിംഗ് ദ ഡയറക്ഷൻ ഓഫ് സൗത്ത് വെസ്റ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആരും തെറ്റിക്കരുത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. In certain language, Madras is coded as NBS, NBE, SBT, and how Bombay is coded. അല്ലെ. മദ്രാസ് എങ്ങനെയാണ് കോഡ് ചെയ്തിരിക്കുന്നത് അല്ലെ. മദ്രാസിനെ കോഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? MADRAS. മദ്രാസിനെ കോഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെന്നാണ് കൊടുത്തേക്കുന്നത്? NBESBT അല്ലെ. അപ്പൊ എം കഴിഞ്ഞപ്പോൾ എൻ വന്നു, എ കഴിഞ്ഞപ്പോൾ ബി വന്നു, ഡി കഴിഞ്ഞപ്പോൾ ഇ വന്നു, ആർ കഴിഞ്ഞപ്പോൾ എസ് വന്നു, എ കഴിഞ്ഞപ്പോൾ ബി വന്നു, എസ് കഴിഞ്ഞ ടി വന്നു അല്ലെ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന കോഡ് ഏതാണ്? ബോംബെ അല്ലെ. ബോംബെ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. വളരെ ഈസിയാണ് ബോംബെയുടെ കോഡ് കണ്ടുപിടിക്കാൻ. ബി കഴിഞ്ഞാൽ സി ആയിരിക്കും, ഒ കഴിഞ്ഞാൽ LMNO പി ആയിരിക്കും അല്ലെ. അത് കഴിഞ്ഞാൽ CPN അല്ലെ. അപ്പൊ CPN കിട്ടുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഒന്നും കൂടെ പോവാം. ബി കഴിഞ്ഞാൽ സി ആയിരിക്കും അല്ലെ. CPNC അല്ലെ. CPNC കിട്ടുന്ന വീണ്ടും ആൻസർ വന്നു. ബി കഴിഞ്ഞാൽ ബി അല്ലെ. ബി വന്നപ്പോൾ വീണ്ടും ആൻസർ വന്നു YXYZ അല്ലെ. അപ്പൊ ഇസഡ് കിട്ടുന്ന ആൻസർ ആണ് നമുക്ക് കിട്ടുന്നത് CPNCPZ. CPNCPZ ആണ് ഇസ് ഈക്വൽ ടു മദ്രാസ്. ഓക്കെ, ഒരേപോലെ എഴുതി പാറ്റേണിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യം കണ്ടുപിടിക്കുക. +1ന്റെ വ്യത്യാസത്തിലാണ് നമുക്ക് എന്ത് ചെയ്തത്? ഓപ്ഷൻസ് ക്ലിയർ ആയത് കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കോഡിങ്ങിന്റെ ആൻസർ ഒക്കെ ശരിയാക്കാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ്, the pipe is written as 1691 and then what is the last digit of swan? What is the last digit of swan? Pipe is written as 169165 പൈപ്പിന് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? written as 169165. then what is the last digit of that? പൈപ്പ് എന്നുള്ളത് നോക്കും അല്ലെ. പൈപ്പ് PIP. ഇത് എഴുതുന്നതിന് മുമ്പ് നമ്മൾ ABCD 26 എണ്ണത്തിന് നമ്പർ ഇട്ട് നോക്കണം. എ എന്ന് പറയുന്ന 1 ആണ്, ബി എന്ന് പറയുന്ന 2 ആണ്, സി എന്ന് പറയുന്ന 3 ആണ്, ഡി എന്ന് പറയുന്ന 4 ആണ്, ഇ എന്ന് പറയുന്ന 5 ആണ്, എഫ് എന്ന് പറയുന്ന 6 ആണ്, ജി എന്ന് പറയുന്ന 7 ആണ്, എച്ച് എന്ന് പറയുന്ന 8 ആണ്, ഐ എന്ന് പറയുന്ന 9 ആണ്, ജെ എന്ന് പറയുന്ന 10 ആണ്, കെ എന്ന് പറയുന്ന 11 ആണ്, എൽ എന്ന് പറയുന്ന 12 ആണ്, എം എന്ന് പറയുന്ന 13 ആണ്, എൻ എന്ന് പറയുന്നത് 14 അല്ല. ഒ എന്ന് പറയുന്നത് 15 ആണ്, പി എന്ന് പറയുന്നത് 16 അല്ല. അപ്പൊ നമുക്ക് പിക്ക് ഈക്വലന്റ് ആയിട്ട് എത്ര എഴുതാം? 16 എഴുതാം അല്ല. അടുത്ത ഐക്ക് ഈക്വലന്റ് ആയിട്ട് നമുക്ക് ഓൾറെഡി കിട്ടി. ഐക്ക് ഈക്വലന്റ് ആയിട്ട് 9 കിട്ടി അല്ല. ഇനി വീണ്ടും പിക്ക് ഈക്വലന്റ് ആയിട്ട് 16 കിട്ടി. ഇക്ക് ഈക്വലന്റ് ആയിട്ട് നമുക്ക് 5 കിട്ടി അല്ല. 16, 9, 16, 5. അപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് സ്വാനിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലെ. നമുക്ക് എഴുതി നോക്കാം. എസ് അല്ലെ. എസ് എന്താണെന്ന് നോക്കാം. LMNO P. Q എന്ന് പറയുന്ന 17, R എന്ന് പറയുന്ന 18,
എസ് എന്ന് പറയുന്നത് 19 അല്ലെ. അപ്പൊ എസിന് നമ്മൾ 19 കൊടുത്തു. ഇനി അടുത്ത ഡബ്ല്യു. RS ടിക്ക് നമുക്ക് 20 കൊടുക്കാം. യുന് നമുക്ക് 21 കൊടുക്കാം. വിക്ക് നമുക്ക് 22 കൊടുക്കാം. ഡബ്ല്യുവിന് നമുക്ക് 23 കൊടുക്കാം അല്ലെ. ഡബ്ല്യുവിന് നമ്മൾ 23 കൊടുത്തു. അടുത്ത എക്ക് അല്ലെ, എക്ക് നമ്മൾ 1 കൊടുത്തു. അടുത്ത നമ്മൾ എന്നിന് നമ്മൾ 14 കൊടുത്തു അല്ലെ. എന്നിന് നമ്മൾ 14 അല്ലെ. അപ്പൊ എന്നിന്റെ 14ലെ 4ആണ് എന്തെന്ന് പറയുന്നത് ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് ദിസ് ഇക്വേഷൻ. ഇങ്ങനെയുള്ള കോഡിങ്ങും നമുക്ക് പരീക്ഷയ്ക്ക് വരും കേട്ടോ. നമ്പറിന് ഈക്വലൈസ് ചെയ്തുകൊണ്ടുള്ള കോഡും എന്ത് കിട്ടും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. In a certain code language, 6219 means Sachin is a cricketer and 2646 means he played from Mumbai. Then which of the following is the code for Mumbai is very famous? മുംബൈക്ക് ഈക്വലന്റ് ആയിട്ടുള്ള കോഡ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സച്ചിൻ ഈസ് എ ക്രിക്കറ്റർ അല്ലെ. സച്ചിൻ ഈസ് എ ക്രിക്കറ്റർ ഈസ് ഈക്വൽ ടു സച്ചിൻ ഈസ് എ ക്രിക്കറ്റർ എന്നതിൽ ഈക്വലന്റ് ആയിട്ടുള്ള പേരാണ് 2646 അല്ലെ. അതെങ്ങനെ കിട്ടിയെന്ന് നമുക്ക് നോക്കാം. എങ്ങനെ കിട്ടിയെന്നുള്ള നമുക്ക് നോക്കാം അല്ലെ. കോഡ് 26 അല്ല, സോറി 6219. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ് കിട്ടിയെന്ന് നോക്കാം. സച്ചിൻ അല്ല, സച്ചിന് S 3 അല്ലെ. സച്ചിന് സോറി SACHIN 6 ലെറ്റർ അല്ലെ. ഈസ് എന്ന് പറയുമ്പോൾ 2 ലെറ്റർ, എ എന്ന് പറയുമ്പോൾ 1 ലെറ്റർ അല്ലെ. അടുത്ത ക്രിക്കറ്റർ എന്ന് പറയുമ്പോൾ 3 3 6 3 9 ലെറ്റർ അല്ലെ. അതായത് 6219 എന്ന് പറയുമ്പോൾ എന്താണ്? സച്ചിൻ ഈസ് എ ക്രിക്കറ്റർ അല്ലെ. 2646 എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് മീൻസ് ഹീക്ക് നമുക്ക് 2 കൊടുക്കാം അല്ലെ. പ്ലേഡിന് നമുക്ക് 6 കൊടുക്കാം. ഫ്രമിന് നമുക്ക് 4 കൊടുക്കാം. മുംബൈക്ക് നമുക്ക് 6 കൊടുക്കാം അല്ലെ. അങ്ങനെയാണെങ്കിൽ മുംബൈ ഈസ് വെരി മച്ച് അല്ലെ. മുംബൈക്ക് നമുക്ക് എത്ര കൊടുക്കാം? 6 അല്ലെ. അപ്പൊ 6ൽ വരുന്നത് നമുക്ക് ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ. അതുകൊണ്ട് ബാക്കിയൊന്നും നിങ്ങൾ കണ്ടുപിടിക്കാൻ നിൽക്കേണ്ട. കാരണം 6ൽ തുടങ്ങുന്ന ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും 6246 ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസുകളൊക്കെ ആയിരിക്കും നോട്ട്സിൽ ചോദിക്കുന്ന. വെറുതെ മാർക്ക് കേട്ടോ, ട്രൈ ചെയ്ത് നോക്കും. പെട്ടെന്ന് അങ്ങ് ഈസി ക്വസ്റ്റ്യൻസ് എഴുതണം, എഴുതിയിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അറ്റൻഡ് ചെയ്ത് ശരിയാക്കാൻ ശ്രമിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെ വരും. വിച്ച് വൺ വിൽ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക്? വിച്ച് വൺ ഈസ് റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക്? ഓക്കെ, ഓക്കെ, വിച്ച് വൺ ഈസ് റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ? ഓക്കെ, ഇപ്പൊ 12 12 18 30 അല്ലെ. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 6 അല്ലെ. അതായത് 12 18 20 അല്ലെ. 12 18 30 പ്ലസ് 30 60 ഡിവൈഡഡ് ബൈ 10 മീൻസ് 6 അല്ലെ. ഇനി അടുത്ത് നമുക്ക് 16 24 മീൻസ് എത്രയാണ്? 40 40 പ്ലസ് 40 80 80 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുന്നത് എത്രയാണ്? 8 അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും 45 പ്ലസ് 18 അല്ലെ. 45 പ്ലസ് 18 എന്ന് പറയുന്നത് 63 63 പ്ലസ് 27 അല്ലെ. 63 പ്ലസ് 27 എന്ന് പറയുന്നത് എത്രയാണ്? 90 അല്ലെ. അപ്പൊ 90 ഡിവൈഡഡ് ബൈ 10 ആയിരിക്കും ഇവിടുത്തെ ആൻസർ അല്ലെ. 90 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുമ്പോൾ 9 ആയിരിക്കും ഇവിടെ കിട്ടുന്ന ആൻസർ. മനസ്സിലായെന്ന് വിചാരിക്കും. ഇങ്ങനെയൊക്കെയുള്ള നമ്മളൊന്ന് ചിലപ്പോൾ തിങ്ക് ചെയ്താൽ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാം. നെക്സ്റ്റ്, വിച്ച് വൺ വിൽ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക്? വിച്ച് വൺ വിൽ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക്? 45 29 39 27. 45 29 39 27. ഓക്കെ, അടുത്തതിലോട്ട് നമുക്ക് നോക്കാം. ത്രീയിൽ നിന്ന് 5 വരുന്നു അല്ലെ. 3യിൽ നിന്ന് 5 വരണമെങ്കിൽ 3 into 2 minus 1 ആണ് അല്ലെ, 5 അല്ലെ. ഇനി 5ൽ നിന്ന് 8 വരണമെങ്കിൽ 5 into 2 minus 1 ആണ് എന്തെന്ന് പറയുന്നത്. സോറി, -2 ആണ് എന്തെന്ന് പറയുന്നത് 8 അല്ലെ. ഇനി 13 വരണമെങ്കിൽ 8 അല്ലെ ഇൻറ്റു 2 16 മൈനസ് 3 അല്ലെ. -3 ഈസ് 13 അല്ലെ. ഇനി അടുത്ത 22 വരണമെങ്കിൽ എങ്ങനെയാണ് 22 വരുന്നത്? 13 ഇൻറ്റു 2 ഇറ്റ് മീൻസ് 26. 26 മൈനസ് 4 അല്ലെ. 26 മൈനസ് 4 മീൻസ് 22. ഓക്കെ, ഇനി 22 കഴിഞ്ഞാൽ നെക്സ്റ്റ് ഏതാണ്? 22 ഇൻറ്റു 2 അല്ലെ. 22 ഇൻറ്റു 2
എന്ന് പറയുമ്പോൾ 44 അല്ലെ, 44 മൈനസ് 5 എന്ന് പറയുമ്പോൾ ആൻസർ 39 ഇവിടുത്തെ കറക്റ്റ് ആൻസർ. 39 is the correct answer for this question. Okay, next. ഇനി ഇതുപോലെ മിറർ ഇമേജ് അല്ല ഇമേജ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിക്കാൻ കിട്ടും. ശരിയാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ ശരിയാക്കി എടുക്കുക, നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടുന്നതാണ് കേട്ടോ. സെലക്ട് എ സ്യൂട്ടബിൾ ഫിഗർ ഫ്രം ദ ഫോർ ആൾട്ടർനേറ്റീവ് ദാറ്റ് വുഡ് ബി കംപ്ലീറ്റ് ഇൻ ദ ഫിഗർ. തന്നിരിക്കുന്ന ഫിഗറിന് ഈക്വലന്റ് ആയിട്ടുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത് അല്ല. അപ്പൊ ഇവിടെ 4 കൊടുത്തു, അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഏതെന്നാണ് ചോദിക്കുന്നത് അല്ല. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന പിക്ചർ എന്ന് പറയുന്നത് എന്താണ്, ഈ കൊടുത്തിരിക്കുന്ന പിക്ചറും ഈ കൊടുത്തിരിക്കുന്ന പിക്ചർ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പിക്ചറിന്റെ ഹാഫ് ആണ് രണ്ടാമത്തെ പിക്ചർ അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തെ പിക്ചർ എന്ന് പറയുന്നത് ഇതിന്റെ ഫുൾ ആയിരിക്കും അല്ലെ. അപ്പൊ ഇതിന്റെ ഫുൾ എന്ന് പറയുന്നത് ഏതായിരിക്കും, ഇങ്ങനെ കിട്ടുന്ന ഓപ്ഷൻ അല്ലെ. ഇങ്ങനെ കിട്ടുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്, ആൻസർ 3 കേട്ടോ, 3 ആണ്. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പരീക്ഷയ്ക്ക് കിട്ടും കേട്ടോ. Nation 5G mobile network. The world's nation 5G mobile network launched in which country? കേട്ടോ, റീസെന്റ് ആയിട്ട് 5G ലോഞ്ച് ചെയ്ത് സൗത്ത് കൊറിയ കേട്ടോ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, ദ ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഇൻ ദ കൺട്രി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേ ആണ് കേട്ടോ. ഇന്ത്യൻ റെയിൽവേ ആണ് ഇന്ത്യയിലെ ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ. ഓക്കെ, നെക്സ്റ്റ്. Who was appointed as the new brand ambassador സ്വച്ഛ് ഭാരത് മിഷൻ? സ്വച്ഛ് ഭാരത് മിഷന്റെ നിലവിലെ അംബാസിഡർ ആയിട്ട് വന്നിരിക്കുന്നത് ശില്പ ഷെട്ടി കേട്ടോ, ശില്പ ഷെട്ടി. നെക്സ്റ്റ്, വിച്ച് വാസ് ദ ഇന്ത്യ ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ കേട്ടോ. ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ പരം 8000 കേട്ടോ. പരം 8000 ആണ് ഇന്ത്യയുടെ ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ. നെക്സ്റ്റ്, വിച്ച് സ്റ്റേറ്റ് ഹാസ് ദ ലോങ്സ്റ്റ് കോസ്റ്റൽ ലൈൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോസ്റ്റൽ ലൈൻ ഉള്ള ഏരിയ ഏതാണെന്ന് ചോദിച്ചാൽ ഗുജറാത്ത് കേട്ടോ. ഗുജറാത്ത് ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കോസ്റ്റൽ ലൈനുള്ള സംസ്ഥാനം. നെക്സ്റ്റ്, ഓൺ വിച്ച് റിവർ ഉറി ഡാം കൺസ്ട്രക്റ്റഡ് അല്ലെ. ഉറി ഡാം വരുന്നത് എവിടെയാണ്, ജമ്മു ആൻഡ് കാശ്മീർ കേട്ടോ. ജലം നദി കേട്ടോ, ജലം നദിയിലാണ് ഇത് വരുന്നത്, ഉറി ഡാം സ്ഥിതിച്ച് കേട്ടോ. ഡാം ഒക്കെ റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാം. ഹയസ്റ്റ് ഡാം ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം ഏതാണ്? റിച്ചൻ, തെറി, മേട്ടൂർ, സർദാർ സരോവർ കേട്ടോ. തെറി ഡാം ആണ് ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ്. പനാമ കനാൽ ലിങ്ക്ഡ് വിത്ത്, പനാമ കനാൽ ഈസ് ലിങ്ക്ഡ് വിത്ത് വിച്ച് ഓഷ്യൻസ് കേട്ടോ. അറ്റ്ലാന്റിക് ഓഷ്യൻസിന്റെയും പസഫിക് മഹാസമുദ്രത്തിന്റെയും ഇടയിലൂടെയാണ് ഏത് പോകുന്നത്, പനാമ കേട്ടോ. അറ്റ്ലാന്റിക് ആൻഡ് പസഫിക്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, അപ്പൊ താങ്ക് യു. ഇതൊക്കെയാണ് നമ്മൾ ഇതുപോലെയൊക്കെയുള്ള GK-യും കറണ്ട് അഫയേഴ്സും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ 30 കാണും കേട്ടോ. ചിലപ്പോൾ 20 വരാം. എനിവേ ശരിയാക്കും കേട്ടോ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. നോട്ട് എക്സാം എഴുതുന്ന എല്ലാ APJ ഉദ്യോഗാർത്ഥികൾക്കും അതുപോലെ മറ്റേ അക്കാഡമിയിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും അല്ല സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കും എല്ലാവർക്കും അല്ല എക്സാം എഴുതുന്ന എല്ലാവർക്കും